ഹായ്. റോബസ്റ്റ് പഴം ചേർത്തിട്ടൊരു ഉണ്ണിയപ്പമായാലോ? നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ റോബസ്റ്റ് പഴം ചേർത്തപ്പോൾ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിക്കുക. അതിന് ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയത് വേണം. ഞാനിവിടെ കറക്റ്റ് അളവ് എടുത്തിട്ടില്ല, ഇത്രയും ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഈ ഒരു 2 റോബസ്റ്റാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് നമുക്ക് അരിയും ശർക്കര പാനിയൊക്കെ ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. ആദ്യം കുറച്ച് അരി ഇതിൽ മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. അതൊന്ന് നല്ലോണം അടിച്ചെടുക്കാം. ഇതുപോലെ നല്ലോണം അടിച്ചെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ഒരു റോബസ്റ്റ് പഴം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഫൈനായിട്ടൊന്ന് നല്ലോണം അടിക്കാം. അതുപോലെ ബാക്കിയുള്ള അരിയും ശർക്കരപ്പാനിയും ഒക്കെ ചേർത്ത് അതുപോലെ റിപ്പീറ്റ് ചെയ്യാം. പഴമൊക്കെ ചേർത്ത് ഇതിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 4-5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നീട് നമ്മളിത് ചൂടാൻ നേരത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. അത് ഇതുപോലെ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വറുത്ത തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതുപോലെ ഒഴിച്ച് സാധാരണ ഉണ്ണിയപ്പം ചുടുന്ന പോലെ ചുട്ടെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.